ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മക്കളുടെ അനുഗ്രഹത്തിനായി കാത്തിരിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ മക്കളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, വേണ്ടിയിട്ട് പ്രയർ അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന 190 ദിവസം ഈ രാത്രിയിൽ മക്കൾ ഉറങ്ങുന്നതിന് മുമ്പ് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാവിധ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഈ നാളിൽ മക്കളുടെ എല്ലാ ജീവിത പ്രയാസങ്ങളെയും ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് പരിശുദ്ധയുടെ വിമല ഹൃദയത്തിലൂടെ വിശുദ്ധയുടെ മാധ്യസ്ഥം വഴിയായി സമർപ്പിക്കുമ്പോൾ ദൈവാനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കാം. മക്കളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ മാറുവാനും അവർ നല്ല അനുഗ്രഹത്തിൽ വളരുവാനും മറ്റുള്ളവർക്ക് മാതൃകയാകുവാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അനുഗ്രഹത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. സുഭാഷിതങ്ങൾ 3-ാം അധ്യായം 2-ാം വചനം. നിന്റെ ഹൃദയം എൻ്റെ കൽപ്പനകൾ പാലിക്കട്ടെ, അവ നിനക്ക് ദീർഘായുസ്സും സമൃദ്ധമായ ഐശ്വര്യവും നൽകും. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ കാലഘട്ടത്തിൽ അനുസരണമില്ലാതെ തന്നിഷ്ടപ്രകാരം വിദ്വേഷത്തിൽ വൈരാഗ്യത്തിൽ മാതാപിതാക്കളോട് സഹോദരനോട് കുടുംബത്തോട് അകൽച്ചയിൽ കഴിയുന്ന പാപത്തിൽ വീണു പോകുന്ന തെറ്റുകൾ ചെയ്യുന്ന ദൈവത്തോട് മറുതലിച്ച് കടന്നു പോകുന്ന മക്കളെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ പിടിവാശിയും അവരുടെ എല്ലാ തരത്തിലും അസ്വസ്ഥതകളും നീങ്ങിപ്പോകുവാൻ ദുശ്ശീലങ്ങളും അടിമത്തങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകൾ, ചീത്ത ബന്ധങ്ങൾ, അശുദ്ധിയിലേക്ക് വീണു പോകുന്ന എല്ലാ സാഹചര്യങ്ങൾ, മാർഗങ്ങൾ, വ്യക്തികൾ, സമൂഹങ്ങൾ, പ്രസ്ഥാനങ്ങൾ എല്ലാത്തിൽ നിന്നും വിമോചനം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് സമൃദ്ധമായ ഒരു അനുഗ്രഹത്തിൽ ജീവിക്കുവാൻ, ദീർഘായുസ്സോടെ ജീവിക്കുവാൻ, അപകടത്തിൽ നിന്നും പെടുമരണങ്ങളിൽ നിന്നും തങ്ങളുടെ പാപത്തിൻ്റെ ഇല്ലെങ്കിൽ ശിക്ഷകൾ ഏറ്റുവാങ്ങാതെ, ശാപത്തിൽ വീഴാതെ, മറ്റുള്ളവരുടെ കണ്ണുനീര് വാങ്ങിക്കൂട്ടാതെ ജീവിതത്തിൽ സമൃദ്ധി നിറയുവാൻ, അനുസരണതയിലും കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ, ആയുരാരോഗ്യത്തോടുകൂടി ജീവിക്കുവാൻ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മക്കളുടെ ജീവിതം അനുഗ്രഹപ്രദമായി തീരട്ടെ. ആമേൻ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് ഐശ്വര്യം പ്രാപിക്കട്ടെ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാപത്തിൽ വീഴുന്ന എല്ലാ സാഹചര്യങ്ങളും ഉപേക്ഷിക്കുവാനും നല്ലവണ്ണം വിവേകത്തോടെ വിചിന്തനം ചെയ്ത് ഓരോ കാര്യങ്ങൾ ഏർപ്പെടുവാനും അശുദ്ധിയിൽ നിന്ന് മോചനം നേടുവാൻ കൃപയുണ്ടാകട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ ജീവിതത്തിൽ വിജയിക്കട്ടെ. അവിടുത്തെ കൽപ്പനകൾ പാലിച്ച് ദീർഘായുസ്സോടുകൂടി ജീവിക്കുവാൻ അവർക്ക് ആയുരാരോഗ്യ സൗഭാഗ്യം നൽകട്ടെ. ആമേൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.